എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ബിരുദം വെച്ച് UPSC, ഇന്ത്യൻ റെയിൽവേ, SSC, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്നീ ജോലികൾ എഴുതിയാൽ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പ്രശ്നം വരുമോ എന്ന് ചോദിച്ച് ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വിവരാവകാശം ചെയ്തിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ 2023 ജഡ്ജ്മെൻറ്റ് അംഗീകരിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ UGC റിപ്ലൈ തന്ന പോയിന്റുകളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് 2014 വരെ അംഗീകാരമുള്ളൂ, 2015 മുതൽ 2022 വരെ UGC അംഗീകാരമില്ല എന്ന് പറയുകയുണ്ടായി. അതേപോലെ തന്നെ യാഷ്പാൽ കേസ് ഛത്തീസ്ഗഡ് ആ യൂണിവേഴ്സിറ്റിയുടെ മാറ്ററും പറയുന്നു. മുമ്പ് UGC വിവരാവകാശത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ആദ്യ പേജിൽ പരാമർശിച്ചിട്ടുള്ളത്. UGC അംഗീകാരം ലഭിക്കാത്ത അധ്യയന വർഷത്തെ പ്രോഗ്രാമുകളെല്ലാം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നാണ് UGC ഡെപ്യൂട്ടി സെക്രട്ടറി പറയുന്നത്. 2024 ഓഗസ്റ്റ്, അതായത് 5/8/2024 UGC സെക്രട്ടറി ഈ കാര്യം വിവരാവകാശത്തിൽ കൂടെ വ്യക്തമാക്കിയത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ടൊന്നും മനസ്സിലാക്കുക, UGC രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന യൂണിവേഴ്സിറ്റിയായ ഭാരതിയാറിൻ്റെ അവസ്ഥയും പരിങ്ങലിലാണ്. അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കാര്യം മാത്രമാണ് ഞാൻ UGCയോട് ചോദിച്ചത്. അതാണ് UGC സെക്രട്ടറി അതിനെക്കുറിച്ച് മാത്രം വിവരം പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് ഭാരതിയാറിൻ്റെ കാര്യമോ മറ്റ് സുപ്രീം കോടതിയിലിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ കാര്യമോ ചോദിക്കും. ഈ പറഞ്ഞ സുപ്രീം കോടതിയിൽ കേസിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഇക്വലൻസി നിലവിൽ ഇൻവാലിഡാണ്, അംഗീകാരമില്ല. PSC ജോലിയിലുള്ളവരുടെ ബിരുദവും അസാധുവാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്ക് UGC അംഗീകാരം വേണം, അല്ലെങ്കിൽ ജോലിയിൽ നിന്നും പുറത്താകും. അതും ഏതാണ്ട് ഉറപ്പായി. അവസാനം ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഇതിലൂടെ തെളിഞ്ഞു. UGCയും വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങളുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും UGCയുടെ നിലപാട് ഇതൊക്കെ തന്നെയാണ്. UGC കൊടുത്ത കേസും 8 അല്ലെങ്കിൽ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും വിധി വരാൻ പോകുന്നുള്ളൂ. വിധി വന്നാലും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. എന്തും സംഭവിക്കും. വിധി ഏത് രീതിയിലും വരാം. 2005 യാഷ്പാൽ കേസിൽ UGCക്ക് അനുകൂലമായ രീതിയിലാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. ആ വിധിയെക്കുറിച്ചാണ് എനിക്ക് അയച്ച കത്തിൽ ആദ്യ പേജിൽ UGC പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് UGC സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ പറയുന്ന സമയത്ത് സുപ്രീം കോടതി തന്നെ സമ്മർദ്ദത്തിലാകും. UGCയുടെ കൂടെ നിൽക്കണോ വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കണോ എന്ന് സുപ്രീം കോടതി തന്നെ തലപുകയും. സുപ്രീം കോടതി പോലും പെട്ടിരിക്കുന്ന കേസാണ് ഈ അണ്ണാമല യൂണിവേഴ്സിറ്റി കേസ്. 2005 യാഷ്പാൽ കേസിൽ പറഞ്ഞ സുപ്രീം കോടതി ഓർഡർ വെച്ചാണ് വിദ്യാർത്ഥികൾക്കെതിരെ UGC സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്ത് പോയിരിക്കുന്നത്. ആ ഓർഡറിൽ പ്രധാനമായിട്ടുള്ളത് സ്റ്റഡി സെൻറ്ററോ ഫ്രാഞ്ചൈസിയോ ഒരു സ്റ്റേറ്റുകളിലും തുടങ്ങാൻ പാടില്ലെന്നാണ്. സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ UGCക്ക് അനുകൂലമായിട്ടാണ് ഓർഡർ വിധിച്ചത്. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതി വിധിയും UGC നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് സ്റ്റഡി സെൻറ്റർ വഴിയും ഫ്രാഞ്ചൈസി വഴിയും അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ആരാണ് തെറ്റുകാർ? വിദ്യാർത്ഥികളല്ലേ. വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റികളും തെറ്റുകാരാണെന്നാണ് UGC സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഫൈനൽ വിധി നിർണായകമാണ്. നെഗറ്റീവ് വിധി വന്നാൽ ഡിഗ്രി ഇൻവാലിഡ് ആകും. അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലിരിക്കുന്ന ഭാരതിയാർ, അണ്ണാമല, മദ്രാസ്, പെരിയാർ, ഭാരതിദാസൻ, പ്രീസ്റ്റ്, ഇഗ്നോ എന്നീ യൂണിവേഴ്സിറ്റികൾക്ക് വലിയൊരു വിഷയം നേരിടേണ്ടതായിട്ട് വരും. ഇതിലൊരു സൊല്യൂഷൻ ഉള്ളത്, സുപ്രീം കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കുന്നവർ മാത്രം രക്ഷപ്പെടും. സുപ്രീം കോടതി നെഗറ്റീവ് ജഡ്ജ്മെൻറ്റ് പറഞ്ഞാലും പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയവർക്ക് മാത്രം ഒരു വിഷയം വരാൻ പോകുന്നില്ല. അതാണ് ഇതിലൊരു ഹൈലൈറ്റ്. കേസിലിരിക്കുന്ന കോടതിയിൽ നിന്നും തന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയം വരാൻ പോകുന്നില്ല. ഈ കോടതി ചെലവിനായി സീനിയർ അഭിഭാഷകനെ വെക്കണമെങ്കിൽ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ മാത്രമാണ് വേണ്ടത്. സുപ്രീം കോടതിയിൽ പെറ്റീഷണർ ആവാൻ താല്പര്യമുള്ളവർ വരും. 5 ലക്ഷം രൂപയാണ് സീനിയർ അഭിഭാഷകന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാവാൻ കൊടുക്കേണ്ടത്. നിലവിൽ ടോട്ടലായിട്ട് 7 ലക്ഷം രൂപയായിരുന്നു. അതിൽ 2 ലക്ഷം രൂപ ഞങ്ങൾ പിരിച്ചു. ആ പൈസയ്ക്കാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്നത്. ഇനി മുമ്പോട്ട് സീനിയർ ലോയറിനെ വെക്കണമെങ്കിൽ 5 ലക്ഷം രൂപ അത്യാവശ്യമായ ഒരു ഘടകമാണ്. പെറ്റീഷനേഴ്സ് ആകാത്തവർ 5000 6000 രൂപയോ അതിൽ കൂടുതൽ രൂപയോ ഇടാം. പ്രൊമോഷൻ കാത്തിരിക്കുന്ന ഗവൺമെൻറ് ജോലിക്കാർ, അധ്യാപക മേഖലയിലുള്ളവർ, PSC ജോലിയിൽ റാങ്ക് ലിസ്റ്റിലുള്ളവർ വരിക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജോലികൾ പോകും, സമയവും പോകും, വർഷങ്ങൾ കടന്നു പോകും.